കേൾക്കുന്നു. ഹായ്, നമസ്കാരം. എൻ്റെ പേര് അഭിജിത്ത് ബേബി. ഐ എം എ സർട്ടിഫൈഡ് ഫിനാൻഷ്യൽ പ്ലാനർ. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വിഷയം നമ്മുടെ മൈൻഡ് സെറ്റ് എങ്ങനെ നമുക്ക് സമ്പന്നനായ ഒരു വ്യക്തിയാകുന്നതിലേക്ക് എങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ്. ദൗർഭാഗ്യവശാൽ നമ്മളൊന്നും ഒരു സമ്പന്നമായ ജീവിത സാഹചര്യത്തിലല്ല ജീവിച്ചിട്ടുള്ളത്. നമ്മുടെ പാരൻസ് ആ രീതിയിൽ നമുക്കൊരു മെൻറ്റർഷിപ്പോ ഗൈഡൻസോ ഒന്നും തന്നിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മൈൻഡ് സെറ്റിൽ ഒരുപാട് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില വ്യക്തികൾ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് സമ്പന്നമായ ജീവിതത്തിലേക്ക് ഉയർന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമ്പന്നനായ അദാനിയുടെ കാര്യം എടുക്കാം. അവർ വളരെ ദരിദ്രമായ ജീവിത സാഹചര്യത്തിൽ അച്ഛനെ സഹായിക്കാൻ ബിസിനസ്സുകാരനായിട്ട് പോയതാണ് അദാനി. അദ്ദേഹത്തിൻ്റെ ഡിഗ്രി വിദ്യാഭ്യാസമൊക്കെ അതിനുവേണ്ടി അദ്ദേഹം ഉപേക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം ബിസിനസ്സിൻ്റെ ചില ബാലപാഠങ്ങൾ പഠിക്കുകയും അദ്ദേഹത്തിന് അനുകൂലമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുകയും അതിലൂടെ അദ്ദേഹത്തിൻ്റെ കച്ചവടം വളർത്തുകയും അതിലൂടെ നേട്ടമുണ്ടാക്കുകയും ചെയ്തതിലൂടെയാണ് സമ്പന്നമായ ഒരു ജീവിതം അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. ഇത്രയും ഞാൻ പറഞ്ഞതിൽ നിന്ന് എന്താണ് നമുക്കുണ്ടായ വ്യത്യാസം എന്ന് നമുക്ക് നോക്കാം. നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയായിരുന്നു? മേ ബി നമുക്കൊരു ഗവൺമെൻറ് ജോലി കിട്ടൽ മാത്രമാണ് ജീവിതത്തിൽ ഏറ്റവും രക്ഷപ്പെടാനുള്ള ഒരു വഴി എന്ന് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടാകാം. അതിനുവേണ്ടി നമ്മൾ വർഷങ്ങളോളം PSCക്ക് വേണ്ടി അധ്വാനിച്ചിട്ടുണ്ടാകാം. ഒരു വിദേശ ജോലി കിട്ടണമെന്ന ആഗ്രഹത്തിൽ വിദേശത്തേക്ക് വേണ്ടി പോയിട്ടുണ്ടാകാം. നമുക്കതിനനുസരിച്ച് ഉയർന്നു വരാൻ പറ്റിയിട്ടുണ്ടാകില്ല. നമ്മൾ പല രീതിയിൽ പല ബിസിനസ്സുകളും പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് വിജയിക്കുവാൻ വേണ്ടി. നമുക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്താണ് പ്രോബ്ലം പറ്റിയത്? നമുക്ക് ശരിയായ രീതിയിലുള്ള മൈൻഡ് സെറ്റ്, ഒരു വിജയിയുടെ ആയ മൈൻഡ് സെറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഈ അവസരത്തിൽ ഇതിന് പറ്റിയ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമുക്ക് അശോക ചക്രവർത്തി എന്നറിയാലോ. അശോക ചക്രവർത്തി ഇതേപോലെയുള്ള ഒരു മനുഷ്യനാണ്. ലോകം കീഴടക്കാൻ വേണ്ടി വെമ്പൽ കൊണ്ടിരുന്ന ചക്രവർത്തിയായിരുന്നു അലക്സാണ്ടർ ദ ഗ്രേറ്റ്. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ ഇദ്ദേഹത്തിന് ചക്രവർത്തിയാണെന്ന മോഹവുമായിട്ട് ഒരു ജ്യോത്സ്യത്തിൻ്റെ അടുത്തെത്തിയിട്ട് ആ ചക്രവർത്തി ആകേണ്ട അലക്സാണ്ടർ ജ്യോത്സ്യനോട് ചോദിച്ചു, ഞാൻ ചക്രവർത്തിയാകുമോ? എനിക്ക് ചക്രവർത്തിയായേ മതിയാകൂ എന്ന് പറഞ്ഞു. അപ്പോൾ ജ്യോത്സ്യൻ കൈ നോക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ ചക്രവർത്തിയാകില്ല, നിങ്ങളുടെ കൈരേഖ ഈ രേഖയിലൂടെയാണ് പോകുന്നത്, ഇത് മുകളിലേക്ക് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ചക്രവർത്തിയാകാൻ കഴിയൂ എന്ന് ആ ജ്യോത്സ്യൻ അലക്സാണ്ടർ ദ ഗ്രേറ്റിനോട് സംസാരിച്ചു അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം. ഇത് കേട്ട ഉടനെ അലക്സാണ്ടർ ദ ഗ്രേറ്റ് കത്തി എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ കൈരേഖ മുകളിലേക്ക് വരച്ചു. കൈ എന്ത് ചെയ്തു? മുറിച്ചു. ആ രേഖയെ മുകളിലേക്ക് വരച്ചു. ഇത് കണ്ട ജ്യോത്സ്യൻ പറഞ്ഞു, നിങ്ങൾ തീർച്ചയായും ചക്രവർത്തിയാകുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലക്ഷ്യം നേടാൻ വേണ്ടി, അതിനുവേണ്ടി അധ്വാനിക്കാൻ വേണ്ടി, അതിനുവേണ്ടി സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി അദ്ദേഹം റെഡിയായി എന്നുള്ളതാണ്. അപ്പോൾ ഇത് പഴയ കാലഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ വിൽ പവറിനെ കുറിച്ചും അദ്ദേഹത്തിൻ്റെ ഡിസയറിനെ കുറിച്ചും അദ്ദേഹം അത് അങ്ങനെ നേടണമെന്നുള്ള ആഗ്രഹത്തിന് വേണ്ടി അതിനുവേണ്ടിയുള്ള ലക്ഷ്യങ്ങളെക്കുറിച്ചുമാണ് ഞാൻ സംസാരിച്ചത്.